സംഗീതത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു. സ്നേഹവും സഹനവും ഒരുമിച്ച് ചേർന്ന അത്ഭുത പ്രതിഭാസങ്ങളായ സ്ത്രീകൾ ഈ ആധുനിക കാലത്തും വേർതിരിവുകളുടെ വേലിയേറ്റത്തിൽ തളർന്നു പോകുന്ന കാഴ്ച അസഹനീയമാണെന്നും ഇതിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തണമെന്ന ആഹ്വാനത്തോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ചടങ്ങിന്റെ ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ആർ ബസന്ത് ബാലാജി നിർവഹിച്ചു. ഈ പുരസ്കാരം കൊടുക്കാനായിട്ട് എന്നെ ജോസേട്ടൻ വിളിച്ചപ്പോൾ ജസ്റ്റിസ് ശ്രീദേവി നാരീശക്തി പുരസ്കാരം കൊടുക്കണം, ഇതിങ്ങനെ ഒരു പുരസ്കാരം സംഘടിപ്പിക്കുന്നുണ്ട്, അത് ദയാബായിക്കാണ് ആദ്യം കൊടുക്കുന്നത് പറഞ്ഞപ്പോൾ, അത് വനിതാ ദിനത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഏറ്റവും ആഹ്ലാദം തോന്നിയൊരു നിമിഷമാണ്. ഇന്ന് ഇവിടെ വന്നപ്പോൾ അമ്മയുടെ പേരിലുള്ള ഒരു പുരസ്കാരം, പ്രഥമ പുരസ്കാരം എൻ്റെ അമ്മയോടുള്ള പ്രായമുള്ള ദയാബായിക്ക് എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കാൻ കിട്ടിയ ഒരു വലിയ അവസരം തന്നതിന് ഈ ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിയോടും ജോസേട്ടനോടും എല്ലാ കുടുംബാംഗങ്ങളോടും മനം നിറഞ്ഞ നന്ദി പ്രകടിപ്പിച്ചു. ജസ്റ്റിസ് ഡി ശ്രീദേവി അനുസ്മരണ പ്രഭാഷണവും ഫോട്ടോ അനാച്ഛാദനവും മുൻ MLA അഡ്വക്കേറ്റ് പി ഐഷ പോറ്റി നിർവഹിച്ചു. വളരെ ഗുരുനാഥ സ്ഥാനത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ജസ്റ്റിസ് ശ്രീദേവി മാഡത്തിന്റെ പേരിലുള്ള നാരീശക്തി പുരസ്കാരം ഏറ്റുവാങ്ങാനത് കൊടുക്കാനും നമ്മുടെ ദയാബായി അദ്ദേഹം മാഡം അമ്മ വന്നിട്ടുണ്ട് എന്നുള്ളത് അവരോടൊപ്പം ഒക്കെ ഇരിക്കാൻ കഴിയുന്നതും എനിക്കൊക്കെ അങ്ങേയറ്റം സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. അതുപോലെ ജസ്റ്റിസ് ശ്രീദേവി മാഡത്തിൻ്റെ മകൻ തന്നെ അത് കൊടുക്കുന്നു എന്നുള്ളതും നമുക്കെല്ലാം ചേർന്ന് ഈ ഒരു വേദിയിൽ പങ്കെടുക്കുന്ന മാഡം ഇത്രയും സ്നേഹത്തോടെ നോക്കുന്ന, കാര്യങ്ങൾ കേൾക്കുന്ന, നീതി കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയേറെ നല്ല മനസ്സ് കാണിച്ചിട്ടുള്ള, നല്ല അറിവുള്ള, സമാനതകളില്ലാത്ത നല്ല പെരുമാറ്റത്തോടെ ശക്തമായ നടപടികൾ എടുത്തുകൊണ്ട് നീതിന്യായ പീഠത്തിന് തന്നെ ഒരു മാതൃകയായിരുന്നു ജസ്റ്റിസ് ശ്രീദേവി മാഡം എന്ന് പറയാം. കെ ജയകുമാർ സാറും അഡ്വക്കേറ്റ് സെയ്ദ് മുഹമ്മദ് സാറും ഞാനും ഞങ്ങൾ 3 പേര് ചേർന്നുള്ളൊരു കമ്മിറ്റിയാണ് അവാർഡ് ജേതാവിനെ കണ്ടെത്തിയത്. 3 പേർക്കും ഏകാഭിപ്രായമായിരുന്നു, അത് ഭിന്നാഭിപ്രായമില്ല. ഇന്ന് കേരളത്തിൽ ജീവനോടിരിക്കുന്നതിൽ വെച്ച് ശ്രീദേവി മാഡത്തിൻ്റെ പേരുള്ള അവാർഡ് ഏറ്റുവാങ്ങുവാൻ അർഹയും യോഗ്യതയുമുള്ള ഒരു അമ്മ. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പ്രഥമ ജസ്റ്റിസ് ഡി ശ്രീദേവി നാരീശക്തി പുരസ്കാരം സാമൂഹ്യ പ്രവർത്തകയും ദേശീയ മനുഷ്യാവകാശ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയുമായ ദയാബായിക്ക് ജസ്റ്റിസ് ആർ ബസന്ത് ബാലാജി സമ്മാനിച്ചു. എല്ലാവരും വന്ന് ഒത്തുകൂടിയപ്പോൾ എനിക്ക് തോന്നി നല്ലൊരു മനുഷ്യ സമൂഹം, വിടവില്ലാത്തൊരു മനുഷ്യ സമൂഹം അന്നാണ് എൻ്റെ ചുറ്റുപാടുണ്ട്. ഇനി ഈ സ്വപ്നവും വെച്ചുകൊണ്ട് ഇങ്ങനെ എവിടെ പോകണം, എല്ലായിടത്തും ഞാനൊരു നിശ്ചിത ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ ആയിട്ട് ഞാൻ വളർന്നു. എനിക്ക് ആരോടും എന്ത് പ്രമേയത്തെ പറ്റി പറയത്തില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല. അവസാനമൊക്കെ കന്യാശ്രയാണ്, അവരുടെ ജീവിതം തന്നെ ആവശ്യമുള്ള പരകർമ്മമാരെല്ലാം കന്യാശ്രകളാണ്. പിന്നെയാണ് ഈ മിഷണറിമാരെ പറ്റി മനസ്സിലാക്കുക. അല്പ വസ്ത്രം ധരിച്ചവരെ മരത്തിൻ്റെ അടിയിൽ പഠിപ്പിക്കുന്നു. അത് കണ്ടിട്ട് എനിക്ക് തോന്നി അന്നാ അവരെ പറ്റി ഒരു 2 വരി ഒരു പാട്ട് തന്നെ ആവശ്യം. കാറ്റും മഴയും പേരും മഞ്ഞും കൂട്ടാക്കാതിതാരോ ആ ജീവിതമാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. The Lord is upon me because He has anointed me to bring good news. ദൈവം ആ അരൂപി എന്നെ സുവിശേഷം പ്രസംഗിക്കുക, ഹല്ലേലൂയ
ഇതൊന്നുമല്ല വിളിച്ചു പറയാനും എന്തായിരുന്നു സുവിശേഷം. ആളുകൾക്ക് ഈ ചങ്ങലയിലുള്ള സ്വാതന്ത്ര്യം, വിടുതൽ, സമത്വം, അവസാനം നീതി, അവസാനം ഈഗാലിറ്റി സൊസൈറ്റി, കടങ്ങളെല്ലാം എഴുതിത്തള്ളി ഓരോരുത്തർക്കും ആരെയും പേടിക്കാതെ മറ്റുള്ളവരുടെ ഒപ്പം നിരുങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം. ആശ്രയ വൈസ് പ്രസിഡന്റ് പട്ടാഴി ജി മുരളീധരൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവ്യ ചന്ദ്രശേഖർ, ജില്ലാ പഞ്ചായത്ത് അംഗം ആർ രശ്മി, ബാർ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PS പ്രശോഭ, കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഷുഗു സി തോമസ്, ഡോക്ടർ PN ഗംഗാധരൻ നായർ, കലൈപുരം ജോസ്, അഡ്വക്കേറ്റ് സെയ്ദ് മുഹമ്മദ്, ജി ചന്ദ്രശേഖരൻ പിള്ള, പെരുങ്കുളൻ രാജീവ്, ആർ രമണക്കുട്ടി ടീച്ചർ, ജുബിൻ സാം തുടങ്ങിയവർ സംസാരിച്ചു. ആശ്രയ ശിശുദിനത്തിൽ നടത്തിയ ചിത്രരചനാ മത്സരത്തിലെ വിജയങ്ങൾക്കുള്ള ക്യാഷ് അവാർഡ് ചടങ്ങിൽ ജസ്റ്റിസ് R ബസന്ത് ബാലാജി വിതരണം ചെയ്തു.